Cover the entire chapter in 7 minutes. Trusted by thousands across Kerala, we scientifically predict your exact exam question. നമസ്കാരം വിദ്യാർത്ഥികളെ, നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ യൂണിറ്റിന്റെ നോട്ട്സ് ദയവായി വായിക്കുക. ഇതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. പരീക്ഷയ്ക്കായി കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാനും ഓർമ്മിക്കാനും ഇത് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ഞാൻ നിങ്ങളുടെ പ്രൊഫസറാണ്. കഴിഞ്ഞ 20ലേറെ വർഷങ്ങളായി ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഈ യൂണിറ്റിനെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ മാസ്റ്റർ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ സെഷൻ നിങ്ങളുടെ പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് ശരിക്കും ഒരു ഗെയിം ചേഞ്ചറായിരിക്കും. ശരി, നമുക്കിതിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും 5 വിഷയങ്ങളാണ് കവർ ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റ്സ് ആൻഡ് സൊസൈറ്റി, ഫ്രീ ട്രേഡ് വേഴ്സസ് ഫെയർ ട്രേഡ്, ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ, കൂടാതെ പരീക്ഷയെ നേരിടാനുള്ള എക്സാം സ്ട്രാറ്റജിയും. പരീക്ഷയ്ക്ക് വരുന്ന 100% കാര്യങ്ങളും നമ്മൾ ഇന്ന് പഠിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ മാർക്കറ്റ്സ് ആൻഡ് സൊസൈറ്റി അഥവാ വിപണിയും സമൂഹവും. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ച അടിസ്ഥാന കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. നോക്കും, കമ്പോളം അഥവാ മാർക്കറ്റ് എന്നത് വെറുമൊരു സാമ്പത്തിക ഇടം മാത്രമല്ല കേട്ടോ. അത് നമ്മുടെ സമൂഹവുമായും സംസ്കാരവുമായും വളരെ ആഴത്തിൽ ഇഴചേർന്ന് കിടക്കുന്ന ഒരു വലിയ സാമൂഹിക സ്ഥാപനമാണ്. ഇതിനെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നാം വിളിക്കുന്നത്. ഈയൊരു സാമൂഹ്യശാസ്ത്രപരമായ കാഴ്ചപ്പാടിലൂടെ വേണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന വ്യാപാര നയങ്ങളെയും സാമ്പത്തിക പരിഷ്കാരങ്ങളെയും മനസ്സിലാക്കാൻ. ഇതൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂൾ സ്വതന്ത്ര വ്യാപാരവും ന്യായമായ വ്യാപാരവും, അതായത് ഫ്രീ ട്രേഡ് ആൻഡ് ഫെയർ ട്രേഡ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഒരു ഹൈലി ടെസ്റ്റബിൾ ഏരിയയാണിത്. ആദ്യം എന്താണ് ഈ സ്വതന്ത്ര വ്യാപാരം അഥവാ ഫ്രീ ട്രേഡ് എന്ന് നോക്കാം. ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളോ നികുതികളോ ഇല്ലാതെ രാജ്യങ്ങൾ തമ്മിൽ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്ന സാമ്പത്തിക നയമാണിത്. വളരെ ലളിതമായി പറഞ്ഞാൽ, കമ്പോളത്തിൽ കൃത്രിമമായ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതിരിക്കുമ്പോഴാണ് അത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന ആശയം. ഇവിടെ വില നിശ്ചയിക്കുന്നത് തികച്ചും ഡിമാൻഡും സപ്ലൈയും അടിസ്ഥാനമാക്കിയാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്രീ ട്രേഡിൽ ഇറക്കുമതി നികുതികളോ കോട്ടകളോ ഗവൺമെന്റ് സബ്സിഡികളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇതിന് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഗുണങ്ങൾ നോക്കിയാൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു. ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ കിട്ടുന്നു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതുപോലെ നാഫ്റ്റ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇതിന്റെ ദോഷങ്ങൾ വളരെ വലുതാണ് വിദ്യാർത്ഥികളെ. വിദേശ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിറയുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലെ വ്യവസായങ്ങൾ തകരും, വലിയ തോതിൽ തൊഴിൽ നഷ്ടപ്പെടും, വികസ്വര രാജ്യങ്ങളിലെ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടും, പോരാത്തതിന് വലിയ പാരിസ്ഥിതിക നാശവും സംഭവിക്കും. ഇതിന് നേരെ വിപരീതമായ ഒന്നാണ് ന്യായമായ വ്യാപാരം അഥവാ ഫെയർ ട്രേഡ്. ഫ്രീ ട്രേഡിൽ ലാഭത്തിനാണ് പ്രാധാന്യമെങ്കിൽ ഫെയർ ട്രേഡിൽ ധാർമ്മികതയ്ക്കും സുസ്ഥിരതയ്ക്കുമാണ് മുൻഗണന. വെറും ലാഭത്തേക്കാൾ ഉപരി വികസ്വര രാജ്യങ്ങളിലെ ഉൽപ്പാദകർക്ക് ന്യായമായ വേതനവും മികച്ച തൊഴിൽ സാഹചര്യങ്ങളും ഉറപ്പാക്കുന്ന വളരെ എത്തിക്കലായ ഒരു സിസ്റ്റമാണിത്. ഇനി ഫെയർ ട്രേഡിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൃത്യമായ വേതനം, ബാലവേല പാടില്ല എന്ന കർശന നിയമം, പരിസ്ഥിതി സൗഹൃദമായ രീതികൾ എന്നിവ ഇതിന്റെ ഭാഗമാണ്. ചെറുകിട കർഷകരെ സംരക്ഷിക്കുന്ന ഫെയർ ട്രേഡ് കോഫി, ചോക്ലേറ്റ്, അതുപോലെ നമ്മുടെ സ്വന്തം കൈത്തറി ഉൽപ്പന്നങ്ങൾ എന്നിവ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മികച്ചതായിരിക്കുമെങ്കിലും ഇതിനൊരു പ്രധാന വെല്ലുവിളിയുണ്ട്. സർട്ടിഫിക്കേഷൻ ലഭിക്കാൻ വലിയ തുക ചെലവാക്കേണ്ടി വരുന്നതിനാൽ ഉൽപ്പന്നങ്ങൾക്ക് പൊതുവെ വില കൂടുതലായിരിക്കും. മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കേണ്ടതായും വരും. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് നേടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഓർമ്മിക്കേണ്ട 2 പേരുകളാണിവർ: അമർത്യ സെൻ, അതുപോലെ കാൾ പൊള്ളാനി. സാമ്പത്തിക നയങ്ങൾ കേവലം ലാഭത്തിനു വേണ്ടി മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ സ്വാതന്ത്ര്യവും കഴിവുകളും വർദ്ധിപ്പിക്കാൻ കൂടിയാകണം എന്ന് അമർത്യ സെൻ തന്റെ 1999 ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്ന പുസ്തകത്തിൽ വാദിച്ചു. അതുപോലെ സാമ്പത്തിക വിനിമയങ്ങൾ ധാർമ്മികതയുമായി ചേർന്നു നിൽക്കുന്നതാകണമെന്ന് 1944 കാൾ പൊള്ളാനിയും വ്യക്തമാക്കി. ഈ ചിന്തകരെ നിങ്ങളുടെ ഉത്തരപേപ്പറിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഉറപ്പായും എക്സ്ട്രാ മാർക്ക് ലഭിക്കും. വിദ്യാർത്ഥികളെ, ഈ ഒരു താരതമ്യം എല്ലാവരും കൃത്യമായി മനസ്സിൽ പതിപ്പിച്ചു വയ്ക്കുക. ഇതൊരു ഉറപ്പായ 4 മാർക്കിന്റെ ഷോർട്ട് നോട്ട് ചോദ്യമാണ്. ഫ്രീ ട്രേഡും ഫെയർ ട്രേഡും തമ്മിലുള്ള വ്യത്യാസം, അവയുടെ ഫോക്കസ്, നിയന്ത്രണങ്ങൾ, വില, അതുപോലെ സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വ്യക്തമായി താരതമ്യം ചെയ്തിട്ടുണ്ട്. ഇതങ്ങനെ തന്നെ കാണപ്പാഠം പഠിച്ചോളൂ. അടുത്തതായി നമ്മുടെ 3ാമത്തെ മൊഡ്യൂൾ ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ.
ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് കമ്പോളത്തിൽ കുറഞ്ഞുവരുന്നത് എന്ന് നമുക്കിവിടെ വിശദമായി പരിശോധിക്കാം. കമ്പോളത്തിൽ ഗവൺമെന്റിനുള്ള നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും സ്വകാര്യ സംരംഭങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ. മാർക്കറ്റിലെ തടസ്സങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വളരെ ലളിതവും വ്യക്തവുമായ ഈ ഡെഫിനിഷൻ പരീക്ഷയ്ക്ക് നിങ്ങൾ അതുപോലെ തന്നെ എഴുതണം. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവിനെയാണ്. 1991-ൽ ഇന്ത്യ നേരിട്ട അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും അതിനെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവുവിന്റെയും ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ചരിത്രപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളുമാണിത്. ഈ പരിഷ്കാരങ്ങൾക്ക് ശേഷമാണ് കൊക്കക്കോള, മക്ഡൊണാൾഡ്സ് തുടങ്ങിയ വലിയ ആഗോള കമ്പനികൾ ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നുവന്നത്. ഉദാരവൽക്കരണത്തിന് ഗുണവും ദോഷവുമുള്ള രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, വിദേശ നിക്ഷേപം അഥവാ FDI വലിയ തോതിൽ വർദ്ധിച്ചു, മികച്ച മത്സരവും കാര്യക്ഷമതയും മാർക്കറ്റിലുണ്ടായി. ഉപഭോക്താക്കൾക്ക് കൂടുതൽ ചോയ്സുകൾ ലഭിച്ചു. എന്നാൽ മറുവശത്തെന്താണ് സംഭവിച്ചത്? വാൾമാർട്ട് പോലെയുള്ള വൻകിട കമ്പനികൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാർക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും അവരുടെ ബിസിനസ് പൂർണ്ണമായും തകരുകയും ചെയ്യുന്നു. ഇതിനെ നമുക്ക് വാൾമാർട്ട് ഇഫക്റ്റ് എന്ന് വിളിക്കാം. ഇത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ വലിയ സാമ്പത്തിക അസമത്വത്തിന് കാരണമാവുകയും ചെയ്യുന്നു. നാലാമത്തെ മൊഡ്യൂൾ, സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ. എസ്സി ചോദ്യങ്ങൾക്ക് ഈ ഭാഗം വളരെ നിർണായകമായതുകൊണ്ട് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ നിയന്ത്രണവും ഉടമസ്ഥാവകാശവും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്ന പ്രക്രിയയാണ് സ്വകാര്യവൽക്കരണം. ഇതിന് വളരെ വ്യക്തമായ രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അടുത്തിടെ ഗവൺമെന്റ് എയർ ഇന്ത്യയെ ടാറ്റ ഗ്രൂപ്പിന് വിട്ടതും അതുപോലെ ഡൽഹി മെട്രോയിലെ സ്വകാര്യ പങ്കാളിത്തവും നിങ്ങൾ പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച ഉദാഹരണങ്ങളായി തന്നെ എഴുതണം. ഇതിന്റെ പ്രധാന സവിശേഷതകളിലൊന്ന് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അഥവാ ഗവൺമെന്റ് ഓഹരി വിറ്റഴിക്കുന്നതാണ്. ഇതുവഴി കാര്യക്ഷമത കൂടുമെങ്കിലും ഇതിന് വലിയ സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികളുണ്ട്. ഒന്നാമതായി, സ്ഥാപനങ്ങൾ സ്വകാര്യമാകുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള തൊഴിൽ നഷ്ടങ്ങളുണ്ടാകുന്നു. രണ്ടാമതായി, കുടിവെള്ളം, ആരോഗ്യം തുടങ്ങിയ മനുഷ്യന്റെ അടിസ്ഥാന സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ അത് സാധാരണക്കാർക്ക് താങ്ങാനാവാത്തത്ര ചിലവേറിയതാകുന്നു. കൂടാതെ വിപണിയിൽ ചില കമ്പനികൾ മാത്രമുള്ള കുത്തകാവസ്ഥ അഥവാ മൊണോപോളി രൂപപ്പെടാനും ഇത് കാരണമാകുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യശാസ്ത്ര ആശയമാണ് വിദ്യാർത്ഥികളെ. ജോർജ് റിച്ചറുടെ മക്ഡൊണാൾഡൈസേഷൻ, അതായത് ആരോഗ്യമേഖല പോലെയുള്ള പ്രധാനപ്പെട്ട പൊതുസേവനങ്ങളിൽ കാര്യക്ഷമതയ്ക്കും പ്രവചനാത്മകതയ്ക്കും നിയന്ത്രണങ്ങൾക്കും മാത്രം അമിതമായി മുൻഗണന നൽകുമ്പോൾ അവിടെ രോഗികളോടുള്ള മനുഷ്യത്വപരമായ പരിചരണം ഇല്ലാതാകുന്നു എന്നതാണ് ഈ തിയറി വ്യക്തമാക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലെ സ്വകാര്യവൽക്കരണം വലിയ സാമ്പത്തിക അസമത്വങ്ങൾക്ക് കാരണമായി എന്നാണ് 1996-ൽ കാതറിൻ വെർഡറി എന്ന പ്രസിദ്ധിയായ ചിന്തക കണ്ടെത്തിയത്. സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഉത്തരങ്ങളിൽ കാതറിൻ വെർഡറിയുടെ ഈ പഠനം കൂടി കോട്ടിയതെഴുതിയാൽ അത് തീർച്ചയായും നിങ്ങളുടെ എക്സാമിനറിനെ ഇംപ്രസ് ചെയ്യും. ഉറപ്പായും നിങ്ങൾക്ക് കൂടുതൽ മാർക്കും കിട്ടും. അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗം, പരീക്ഷാതന്ത്രങ്ങൾ അഥവാ പ്രൊഫസറുടെ എക്സാം സ്ട്രാറ്റജി. അപ്പോൾ ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ സിലബസ് മുഴുവൻ വളരെ വിശദമായി പഠിച്ചു. ഇനി നമ്മൾ എങ്ങനെ പരീക്ഷയെ നേരിടും? നിങ്ങളുടെ പ്രൊഫസർ എന്ന നിലയിൽ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച, ഏറ്റവും സ്കോറിംഗ് ആയ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മാതൃകാ ചോദ്യപേപ്പറിലെ ഈ 2 മാർക്ക് ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. സ്വകാര്യവൽക്കരണത്തിന്റെ 2 സവിശേഷതകൾ ചോദിച്ചാൽ ഉടമസ്ഥാവകാശ കൈമാറ്റവും, അതായത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പും, പിന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റും എഴുതുക. രണ്ടാമതായി, എന്താണ് മാക്ഡൊണാൾഡൈസേഷൻ? ജോർജ് റിറ്റ്സറുടെ ഈ ആശയം പബ്ലിക് സർവീസുകളിൽ കാര്യക്ഷമതയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ചാണെന്ന് വളരെ കൃത്യവും സംക്ഷിപ്തവുമായി എഴുതണം. ഇനി 4 മാർക്ക് ചോദ്യങ്ങളിലേക്ക് വന്നാൽ, ഉദാരവൽക്കരണത്തിന്റെ സവിശേഷതകൾ ചോദിച്ചാൽ ഗവൺമെന്റ് തടസ്സങ്ങൾ നീക്കുന്നതും വിദേശ നിക്ഷേപവും പോയിന്റുകളാക്കി വ്യക്തമാക്കുക. അതുപോലെ ഫ്രീ ട്രേഡും ഫെയർ ട്രേഡും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, നേരത്തെ നമ്മൾ കണ്ട ആ ടേബിൾ അതുപോലെ വരച്ചുവെക്കുക. അവിടെയൊന്നും ആലോചിച്ച് നിൽക്കേണ്ട, നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഉറപ്പായും കിട്ടും. ഒടുവിലായി നമ്മുടെ പരീക്ഷയിലെ നിർണായകമായ 10 മാർക്കിന്റെ എസ്സേ ചോദ്യങ്ങൾ. സ്വതന്ത്ര വ്യാപാരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദങ്ങൾ ചോദിച്ചാൽ അതിലെ അനുകൂല ഘടകങ്ങളും ചൂഷണം പോലുള്ള പ്രതികൂല ഘടകങ്ങളും വളരെ വിശദമായി ഉദാഹരണസഹിതം എഴുതുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവചനമാണ് 1991-ലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രാദേശിക കമ്പോളങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന ചോദ്യം. ഈ എസ്സേയിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യണമെങ്കിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നിവയുടെ നിർവചനങ്ങൾ നിങ്ങൾ നിർബന്ധമായും ആദ്യമേ തന്നെ ഉൾപ്പെടുത്തിയിരിക്കണം. നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്.
ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഞാനിവിടെ നൽകുകയാണ്. ആധുനിക കമ്പോളത്തിൽ അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയും അതോടൊപ്പം സാധാരണക്കാരുടെ സാമൂഹിക സമത്വവും മനുഷ്യക്ഷേമവും നമുക്ക് എങ്ങനെ ഒരുപോലെ സന്തുലിതമായി കൊണ്ടുപോകാം? ഈയൊരു ചിന്തയോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ മാസ്റ്റർ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. പരീക്ഷയ്ക്ക് ആവശ്യമുള്ള സകല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടുക. പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കുക. എങ്ങനെയാടാ മോനെ ഇത്ര അടിപൊളിയായിട്ട് ക്ലാസ് തന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാൻ കഴിയുന്നത്? സബ്സ്ക്രൈബ് ചെയ്യ്, കൂടെ കുടിക്കോ. മാച്ച് ചങ്ങായിമാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട.